കഴിഞ്ഞ് പോയില്ല അവള്. അത് മോഹൻ സിംഗിൻ്റെ വീട്ടിലോട്ടാണ് ഇവള് പോകുന്നത്, അല്ലാതെ വേറെ എവിടെയല്ല കേട്ടോ. ഇവിടെ നമ്മുടെ ആരുമല്ല, നമ്മുടെ വീട്ടിലോട്ട് കയറേണ്ട കാര്യമില്ല. ഇങ്ങനെ നമ്മളെക്കുറിച്ച് ഇങ്ങനെ ഉണ്ടാക്കി നടക്കുക ജോലി. ഇവളുടെ അത്ര ഇങ്ങനെ വീർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബ്ലോട്ടിങ് ഗ്യാസ് അടി. ഇവളുടെ അത്രയും നമ്മളെ വീർപ്പിക്കുക. ഇവളുടെ നമ്പർ 1 ജോലി ഇതാ, ഈ ബ്ലോട്ടിങ് ഗ്യാസ് അടിച്ച് വീർപ്പിക്കുക. ഇവള് ഇങ്ങനെ ആൾമാറാട്ടം നടത്താൻ വേണ്ടി ഇങ്ങനെ വീർപ്പിക്കുക നമ്മളെ. ഇവളുടെ അത്ര ആക്കുക. ഇവളുടെ പകുതിയില്ല നമ്മൾ. രാവിലെയൊക്കെ നമ്മൾ ഇതിൻ്റെ പകുതിയില്ല. ഇവളിന്ന് വരാറായപ്പോഴത്തേന് ഇന്ന് ഡ്രാമയ്ക്ക് വരുമെന്ന് അറിഞ്ഞപ്പോഴത്തേന് ബ്ലോട്ടിങ് ഗ്യാസ് എല്ലാം രാവിലെ അടിച്ച് ഇങ്ങനെ വീർപ്പിച്ച് വെച്ചിരിക്കുക നമ്മളെ. മോന്തയ്ക്കോട്ടുള്ള നോട്ടം കാണണം നമ്മുടെ. ഇതുപോലൊരു പൂലോക കള്ളി പൊന്നച്ച. ഇവളേത് നേരത്തെ ജനിച്ചടാ പൊന്നച്ച ഈ കള്ളി. കേട്ടൊക്കെ ഇടുമ്പം കണ്ട്. ഇവിടെ മോൻ ജനിച്ച ഗണ്ണാന്തത്തിലാണ്. ഗണ്ണാന്തം എന്നുവെച്ചാൽ ഇങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും പൂർവ്വ പുണ്യം അനുസരിച്ചാണ് മക്കൾ നല്ല സമയത്തൊക്കെ ജനിക്കുന്നത്. എങ്ങാണ്ട് കേട്ടൊക്കെ ഇടുമ്പോൾ ഗണ്ണാന്തത്തിൽ പറഞ്ഞിരിക്കുക. ഇപ്പം കുറച്ച് ഇതൊക്കെ ഉള്ളൂ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും ഇങ്ങനെ ക്രിമിനൽ ആക്ടിവിറ്റി കൊണ്ടുണ്ടാക്കിയ മുതലേ ഉള്ളൂ, അല്ലാതെ നേരെ ചൊവ്വ ഉണ്ടാക്കിയ ഒരു മുതലും ഇവളുമാരെയൊന്നും കയ്യിലില്ല. ശരിക്കും പറഞ്ഞാൽ നേരെ ചൊവ്വ ഉണ്ടാക്കിയ നല്ല മുതലുണ്ടല്ലോ, അല്ലാതെ ഈ ക്രിമിനൽ ആക്ടിവിറ്റി വെച്ചുണ്ടാക്കുന്ന മുതലും പിന്നെ എന്താ പറയണമെന്ന്, നമ്മൾ നേരെ ചൊവ്വേ ദൈവത്തിനെ നിലനിർത്തി ഉണ്ടാക്കുന്ന മുതലും ഡിഫറൻസ് ഉണ്ട്. ഇവളൊക്കെ വെറും ക്രിമിനലുകൾ. അല്ലാതെ അതാണ് ഇവർക്ക് ഗണ്ണാന്തത്തിൽ പറഞ്ഞൊരു മോനെ കൊടുത്തത്. വെറും ക്രിമിനൽ. അതാണ് ഇവർക്ക് ഗണ്ണാന്തത്തിൽ പറഞ്ഞൊരു മോനെ കൊടുത്തത്. ഗണ്ണാന്തം പിടിച്ചവൻ. അങ്ങനെ അവളുടെ നിത്യയോഗത്തിൽ പറഞ്ഞ ഗണ്ണാന്ത നിത്യയോഗം അങ്ങനത്തെ അവനുണ്ടായത്. എങ്ങാണ്ട് കേടുമ്പോൾ ഈശ്വരൻ പോലും കർമ്മം വരുന്നത്, കർമ്മഫലം ഏതോ കേടുമ്പൊക്കെ കഴിഞ്ഞ ജന്മത്തിലും എന്താ പറയുന്നത് ക്രിമിനൽ ആക്ടിവിറ്റിയൊക്കെ ചെയ്ത് ഈ ജന്മത്തിലും അതൊക്കെ തന്നെ ചെയ്യാനായിട്ട് ജനിച്ചവളുമാരും അമ്മമാരും. അല്ലാതെ എന്തോ പറയാനേ ഇവളുമാരെക്കുറിച്ചൊക്കെ ഏതാണ്ട് കേട്ടാൽ. നമ്മൾ ഈ പറയുന്നതൊന്നും അങ്ങോട്ട് അപ്ലോഡ് ആവുക മാത്രമല്ല സർക്കുലേറ്റ് ആവത്തില്ല. ആളുകളൊക്കെ അറിയുമല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഗൂണ്ടായിസ് ഇവിടെ നടന്നതൊക്കെ. അതുകൊണ്ട് ഇങ്ങനെ സർക്കുലേറ്റ് ആകാതെ പിടിച്ചു വയ്ക്കും ഇവന്മാർ. പിടിച്ചു വയ്ക്കാതെ അങ്ങോട്ട് എന്താടാ വിടാത്തത്? എൻ്റെ യൂട്യൂബ്, ഞാൻ ഡൽഹിയിലായിരുന്നപ്പോഴാണ് എൻ്റെ യൂട്യൂബ് ഞാൻ ക്രിയേറ്റ് ചെയ്തത്. ഇവന്മാർ ഈ മോഹൻ സിംഗ് എന്ന് പറയുന്നവനൊക്കെ എങ്ങനെയാണ് നമ്മുടെ യൂട്യൂബ് ചാനൽ എങ്ങനെ കിട്ടിയെന്ന് പോലും അറിയത്തില്ല. അങ്ങനെ നമ്മളെ സ്റ്റോക്ക് ചെയ്യുവാണ് ഇവന്മാരുടെ ജോലി. നമ്മളെ സ്റ്റോക്ക് ചെയ്യാൻ ഇവനൊക്കെ ആരാ? ഇങ്ങനെ നിരന്തരം സ്റ്റോക്ക് ചെയ്യുക ഇവന്മാരുടെ ജോലി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇവനൊക്കെ ആരാ നമ്മളെ സ്റ്റോക്ക് ചെയ്യാൻ? ഇവന് യൂട്യൂബ് ചാനലുണ്ടോ, അല്ലെങ്കിൽ നാട്ടുകാർക്ക് ആർക്കൊക്കെയാണ് യൂട്യൂബ് ചാനൽ എന്നൊന്നും നമുക്കറിയത്തില്ല. നമ്മൾ സെർച്ച് ചെയ്യുന്നുണ്ടോ? ഒന്നുമില്ല. നമുക്ക് ഏതെങ്കിലും നമ്മൾ കാണുമ്പോൾ ആരുടെയെങ്കിലും വരുന്നത് കാണുന്നു. ഇവിടെ ഈ നാട്ടുകാരുടെ ഒരൊറ്റ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല. ഓലകെട്ടിയമ്പലമോ ഈ ആലപ്പുഴ ജില്ലയെന്നോ ഒരാളുടെയും കണ്ടിട്ടില്ല. ഇത് ക്രിയേറ്റ് ചെയ്യാൻ തന്നെ കാരണം ഇങ്ങനത്തെ കുറേ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഡൽഹിയും ഇവിടെ മുതലേ ഇങ്ങനെ നടക്കുന്നത് കാരണമാണ്. ഇത് പബ്ലിക് അറിയണം. ഇങ്ങനെ പല രീതിയിൽ നമ്മളെ ഒരു സ്ത്രീയെ ഉപദ്രവിക്കുന്നത്. നമ്മളൊരു ഡിവോഴ്സ്ഡ് ആണ്. നമ്മളിങ്ങനെ പല രീതിയിൽ എനിക്ക് 146 സെൻറ്റ് സ്ഥലവും ഈ വീടും ഉണ്ട്. പലത് രീതിയിൽ തട്ടിയെടുക്കാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഇവിടെയുള്ള കുറേ ക്രിമിനൽസുമായിട്ട് ഇങ്ങനെ നടക്കുന്നെന്നുള്ളത് കൊണ്ടാണ് നമ്മളിത് ക്രിയേറ്റ് ചെയ്തത് വിട്ടത്. ഇങ്ങനെ നടക്കുക ഇവന്മാർ. ഒരു വണ്ടി ഇങ്ങോട്ട് വന്ന് നിന്നപ്പോഴാണ് ഇവൾ മുമ്പേ ചായയുമായിട്ട് പോയത്. അതാണ് ഇവളിങ്ങനെ നോക്കി നമ്മളിവിടെ നിൽക്കുന്നല്ലോ എന്നുള്ള നോട്ടം മുഴുവൻ. മനസ്സിലായില്ലയോ? അയ്യോ ഇവിടെ നിന്നാൽ എങ്ങനെ ചായയും കൊണ്ടൊക്കെ പോയി അഭിനയിക്കുക ഇവളെ. ഏതാണ്ട് ആണുങ്ങൾ വന്ന് ചായയും കൊണ്ട് ഞാൻ പോവാന്നുള്ള രീതിയിൽ ആരാണ്ട് കല്യാണക്കാരോ ഏതാണ്ടൊക്കെ. ഇങ്ങനെ ഭയങ്കര ഡ്രാമകളാണ് ഇവിടെ നടക്കുന്നത് ദിവസം പ്രതി. ഇപ്പം ഇവളതാ അവിടെ നിന്നിങ്ങനെ അങ്ങ് നോക്കുമായിരുന്നു. എന്നിട്ടില്ല അവിടെ നിന്നുകൊണ്ട് എൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ അങ്ങ് നോക്കുമോ തുറപ്പിച്ചിങ്ങനെ. എന്തോ തുറപ്പിച്ച് നോക്കുവാടി നീ? എന്തോ തുറപ്പിച്ച് നോക്കാനായത്? ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്ന മാനമര്യാദയ്ക്ക് ഇവിടെ ഒരു ആണുങ്ങളും ഇല്ല. എൻ്റെ ഇവളുമാരിങ്ങനെ നടക്കുക. കുറേ ആണുങ്ങളെല്ലാം പിടിച്ച് വെച്ച് കുറേ കണ്ടില്ലയോ, കുറേ മതിലെല്ലാം ഇങ്ങനെ കെട്ടിപ്പൊക്കി ഇങ്ങനെ വെച്ച് ഇങ്ങനെ പല പല ഡ്രാമകൾ നടത്തി ഇവളുമാരിയിരിക്കുന്നു. കണ്ടില്ലേ?